ഞാൻ ഇന്നൊരു ശകലം ചിക്കൻ 65 ഉണ്ടാക്കാൻ പോവുക. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എല്ലോട് കൂടിയത് വേണേലും എടുക്കാം, എല്ലില്ലാത്തത് വേണേലും എടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരിയൊക്കെ എല്ലോട് കൂടിയത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. ഒരു 250 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതിനുള്ള ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അതിനാവശ്യത്തിനുള്ള മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ, നിറം വരാൻ വേണ്ടി. വേറെ നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ലേ. പിന്നെ ഒരു ശകലം മഞ്ഞൾ പൊടി അതും ചേർത്തു. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് അതൊരു ശകലം ചേർത്തു. നിങ്ങൾ എടുക്കുന്ന സാധനത്തിൻ്റെ അനുസരിച്ച് ചേർക്കണം, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. ഗരം മസാല അതും ചേർത്തു. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ശകലം മൈദ ചേർക്കാം. ഞാനിപ്പോൾ ഒരു ശകലം മൈദയും ഒരു സ്പൂണേ ഉള്ളൂ കോൺഫ്ലവറും കൂടി ചേർത്തു. ഒന്നും കൂടെ ചേർത്താലും കുഴപ്പമില്ല. ഇനി അതിന് ആവശ്യമായിട്ടുള്ളത് മുട്ട. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു മിനിറ്റെങ്കിലും ഇരിക്കട്ടെ. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. ഫ്രീസറിലൊന്നും വെക്കല്ല കേട്ടോ, ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. നമ്മളിതെല്ലാം കൂടെ നല്ലതായിട്ട് തിരുമ്മി. നമ്മൾ വിനാഗിരി ചേർത്തില്ല, വേറെ പുളി നാരങ്ങ ചേർത്തില്ല. ഒരു ശകലം തൈരാണ് ചേർക്കേണ്ടത്. അതിപ്പം ഞാൻ ചേർക്കത്തില്ല. അത് ഇനി നമ്മൾ വറക്കാൻ എടുക്കുമ്പോഴാണ് തൈരും കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ വറക്കുന്നത്. ഇപ്പോൾ തൈര് ചേർത്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്നിരിക്കട്ടെ. 65 വറുത്തെടുക്കാവേ. ഇപ്പോൾ ഞാനൊരു 10-20 മിനിറ്റ് പുരട്ടി വെച്ചിരുന്നതാണ്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്പൂൺ തൈരൂടെ ചേർത്തു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. ഒരു സ്പൂൺ തൈരൂടെ ചേർത്ത്. കറണ്ട് വരാഞ്ഞുണ്ടോ വറക്കാൻ താമസിച്ച, വെട്ടമില്ലല്ലോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും ചോദിച്ചു ഈ അലുമിനിയം പാത്രത്തിൽ എന്താ ഉണ്ടാക്കുന്നത്, വേറെ പാത്രത്തിൽ ചെയ്യത്തില്ലേ, എന്താ അലുമിനിയം പാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ എന്നാ ഈ നോൺ സ്റ്റിക്കൊക്കെ ആയി തുടങ്ങി. നമ്മളെല്ലാം അലുമിനിയം പാത്രത്തിലല്ലേ. നമ്മൾ കൂടുതൽ ഫാഷൻ പാത്രത്തിൽ ചെയ്യാൻ പോകുമ്പോൾ കൂടുതൽ മരുന്നും കഴിക്കേണ്ടി വരും. കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. എന്തായാലും എനിക്ക് അലുമിനിയം പാത്രമാണ് ഇഷ്ടം. ഏറ്റവും ബെറ്റർ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അലുമിനിയം പാത്രത്തിലാണ് ചെയ്യുന്നത്. ഇനി നോക്കാം, പിന്നെ സാഹചര്യം പോലെ ഇനി നോൺ സ്റ്റിക്കിലോട്ട് നിങ്ങൾക്ക് വറുത്ത് കാണിക്കാം. പക്ഷെ എനിക്ക് അലുമിനിയം പാത്രത്തിൽ വറുത്ത് ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണക്കകത്തോട്ട് പുറത്തിയിട്ട് വറുത്തെടുക്കുക. എളുപ്പമാണ്. അത് വലിയ പാത്രത്തിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിൽ വെച്ചത്. ഒരു ട്രിപ്പായിട്ട് എടുക്കും. ഇനി ഇത് വറുത്ത് പോയി എടുക്കട്ടെ. എൻ്റെ ചിക്കൻ 65 ഞാൻ കോരി എടുക്കുവാണേ. വറുത്തു നല്ല കറുമുറ കടിച്ച് തിന്നാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കിട്ടുന്നത്. ഇനി അത് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി, ഒരു ടേസ്റ്റിന് കരിയാപ്പില വറുത്ത് വരും. അടുപ്പിക്കകത്ത് തന്നെ വെച്ചങ്ങ് വറുത്താൽ മതി. കോരിയുടെ മേലേക്ക് അങ്ങ് ഇടുക. ഇത്രയും പരിപാടികൾ ഡെക്കറേഷന് വേണ്ടി ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.